കേരള പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ വളരെയധികം അപ്രീസിയേഷൻ തുടങ്ങിയ കോടതി ജഡ്ജ്മെന്റ് പറയുന്ന സമയത്ത് തന്നെ കേരള പോലീസിന് അഭിമാനിക്കാവുന്ന ഒരു വലിയ അപ്രീസിയേഷനാണ് നടത്തിയത്. അതിന് കാരണം അതിവിദഗ്ധമായിട്ട് ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാ തെളിവുകളെയും നശിപ്പിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ കോടതി തന്നെ പറഞ്ഞത് ഈ ദൈവത്തിൻ്റെ ഒരു കരങ്ങൾ ഈ ക്ലൗഡിലൂടെ തെളിവുകളായി മാറിപ്പെടുകയായിരുന്നു ക്രൈം ചെയ്യുമ്പോൾ എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത് ജഡ്ജ്മെൻറ്റിൽ. അത് കണ്ടെത്തി തിരികെ കൊണ്ടുവന്ന് കോടതിയിൽ അത് വളരെ വിദഗ്ധമായി പ്രസൻറ്റ് ചെയ്ത് തെളിവുകൾ നിരത്തി കോടതിയിൽ പൂർണ്ണമായിട്ടും പ്രോസിക്യൂഷൻ്റെ കേസ് തെളിയിക്കാൻ കഴിഞ്ഞ കേരള പോലീസിനെ അദ്ദേഹം 2 വട്ടം വളരെ മുക്തകണ്ഠം പ്രശംസിക്കുകയും അനുമോദിക്കുകയും ചെയ്തു. ഗ്രീഷ്മയുടെ ആത്മഹത്യാ ശ്രമത്തിന് പ്രതിഭാഗം വാദിച്ചത് അത് ഒരു അറ്റൻഷൻ മാറ്റുന്നതിലേക്ക് വേണ്ടിയിട്ടും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിലേക്കും വേണ്ടിയിട്ട് എന്ന് മാത്രമാണ് കോടതി അതിനെക്കുറിച്ച് ഒബ്സർവേഷൻ ഉണ്ട്. ലൈസോൾ, അതായത് ഈ മറ്റ് പദാർത്ഥങ്ങൾ ആത്മഹത്യയ്ക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ പാരസിറ്റമോൾ ഒരു വെളുപ്പിന് 5:30 മണിക്ക് എണീറ്റിരുന്നിട്ട് പാരസിറ്റമോളിനെ കുറിച്ച് സെർച്ച് ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഒരു പ്രതിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് കോടതി കണ്ടെത്തി. പിന്നെ കൂടാതെ പാരക്യൂട്ട് എന്ന് പറഞ്ഞതിന് സെർച്ച് ചെയ്തിട്ട് അന്ന് തന്നെ രാവിലെ കൊടുക്കുകയായിരുന്നു. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കുടിച്ച ലൈസോളിനെ കുറിച്ച് ഒരിക്കലും ഗ്രീഷ്മ സെർച്ച് ചെയ്തിരുന്നില്ലാത്തതും വേറെ വലിയൊരു സാഹചര്യമാണ്. സാർ, സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അങ്ങേ തന്നെ ലഭിച്ചത് വലിയ തരത്തിൽ കേസ് നിർണായകമായി നന്ദിയും കുടുംബാംഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കേസ് അങ്ങേ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥപരമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അത് ഇങ്ങനൊരു വിധിയുണ്ടായി, ആത്മസംതൃപ്തിയുണ്ടോ? എൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന ഔദ്യോഗിക ജീവിതത്തിൽ സ്പെഷ്യൽ PP എന്ന രീതിയിൽ എനിക്ക് തീർച്ചയായിട്ടും വലിയൊരു വെല്ലുവിളി നിറഞ്ഞ ഒരു കേസ് തന്നെയായിരുന്നു. ആ ഒരു വലിയ വെല്ലുവിളി എനിക്ക് വളരെ അങ്ങേയറ്റം സപ്പോർട്ടോടുകൂടി എൻ്റെ ടീം അംഗങ്ങളായിട്ടുള്ള അൽഫാസ് മഠത്തിലും അതുപോലെ അഡ്വക്കേറ്റ് നവനീത് കുമാറും അത് പോലീസിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഉള്ള ഒരു സഹായം എനിക്ക് അവസാനം വരെയും പ്രോസിക്യൂഷൻ എയ്ഡിൻ്റെയും എല്ലാവരുടെയും, കാരണം 3 DYSPമാരുടെ സഹായം, ജോൺസൺ, അതുപോലെ റസിത്ത്, SP സുൽഫിക്കർ, പിന്നെ ഇപ്പോഴത്തെ പാറശാല CI സജ്ജി, ഇവരുടെയൊക്കെ എൻ്റെ ഓഫീസിലെ ടീം എല്ലാവരും കൂടി ഒത്തൊരുമിച്ചൊരു നല്ലൊരു പ്രവർത്തനം കഴിച്ച് വെച്ചതുകൊണ്ടാണ് സത്യം കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞതും അത് പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞതും എന്നുള്ളതാണ് സത്യം. വധശിക്ഷ എന്നുള്ളത് ആധുനിക കാലത്ത് വളരെ കുറവാണ്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കോടതി പോയത് എന്തുകൊണ്ടായിരിക്കുമെന്നാണ് കോടതിക്ക് താങ്കൾ കാണുന്നത് പ്രോസിക്യൂട്ടർ? അത് തീർച്ചയായിട്ടും വളരെയധികം 568 പേജുകളിൽ അദ്ദേഹം വളരെ വിശദമായിട്ട് നിരത്തിയ കാരണങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ ഇത് ഒരു റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസിന് താഴെ ഒരിക്കലും ഇതിന് കണ്ടെത്താൻ കഴിയില്ല എന്ന് കണ്ടെത്തി. അത് അദ്ദേഹം അവിടെ ഓപ്പൺ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകത്തിന് വേണ്ടി മുന്നൊരുക്കം നടത്തിയിട്ട് ആ മുന്നൊരുക്കം വളരെ അതീവ ജാഗ്രതയോടെ പിടിക്കപ്പെടില്ല എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ചെയ്തതാണ്. പക്ഷേ പോലീസിൻ്റെ അതിസമർത്ഥമായിട്ടുള്ള നീക്കങ്ങളും അത് ശാസ്ത്രീയമായ കണ്ടെത്തലുകളുമാണ് കോടതിയിൽ, അത് ഓപ്പൺ കോടതിയിൽ അത് പ്ലേ ചെയ്ത് അതിനെ തെളിവിലേക്ക് രേഖപ്പെടുത്തി അതിന് ഒരു വിധി ന്യായം പ്രഖ്യാപിക്കാനായിട്ട് കഴിഞ്ഞത്. ഈ സാഹചര്യ സമ്മർദ്ദമൊന്നും കോടതിക്ക് മുമ്പിൽ വിലപ്പോയില്ല അല്ലേ? സാഹചര്യ സമ്മർദ്ദങ്ങളൊന്നും തന്നെ കോടതിയിലെ സമ്മർദ്ദങ്ങളൊന്നും തന്നെ ഇതിനകത്ത് കോടതി നോക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല, മീഡിയ ഒരു ട്രയലിൻ്റെ ഭാഗമായിട്ട് കോടതി നിൽക്കേണ്ടതില്ല എന്നുകൂടിയുള്ള ഒരു പരാമർശവും കോടതി പറഞ്ഞിട്ടുണ്ട്. ആ ഓപ്പൺ വിധി ന്യായത്തിൽ അത് അവിടെ വായിച്ചു.